Hi everyone, welcome to Commerce World. Calicut University 3rd semester M.Com Research Methodology എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മളുടെ നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് 4th മൊഡ്യൂൾ ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഈ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന മൊഡ്യൂളിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ്. ലെവൽ ഓഫ് മെഷർമെന്റിൽ തന്നെ നിങ്ങൾക്ക് നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് ലെവൽസ് വരുന്നത്. ഈ 4 നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ 2 വെയിറ്റേജ്, 3 വെയിറ്റേജ് അല്ലെങ്കിൽ മൊത്തമായിട്ട് 5 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ എയർ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, അതുപോലെ വരുന്നതാണ് ഇത്. ഓക്കെ, ഈ ഓരോ മെഷർമെന്റ്സ് എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇതിൽ തന്നെ നമ്മൾക്ക് ഇന്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നുണ്ട്, അതെന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ മോഡറേറ്റിംഗ് വേരിയബിൾ പറയുന്നുണ്ട്, അതും കൂടി നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് ഈ സ്കെയിലിംഗ്. ലെവൽസ് ഓഫ് സ്കെയിലിംഗ് കഴിഞ്ഞാൽ സ്കെയിലിംഗ് ആണ്. ഈ സ്കെയിലിംഗിൽ വരുന്നതാണ് ഈ മെഷർമെന്റ്. ആ മെഷർമെന്റ് ആണ് നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇതിന്റെ മുന്നിൽ പഠിച്ചതാണല്ലോ. നോമിനൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നെയിം മാത്രം ഉണ്ടാകും. ഓർഡിനൽ എന്ന് പറയുമ്പോൾ നെയിം ആസ് വെൽ ആസ് ഓർഡർ ഉണ്ടാകും. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നെയിം, ഓർഡർ ആസ് വെൽ ആസ് അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റർവെൽ ഗ്യാപ്പ് ഉണ്ടാകും. ദെൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ റേഷ്യോന്റെ ബേസിസിൽ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെന്റ് ആണ്. ഓക്കെ, അത് നോക്കുക. ദെൻ എസെൻഷ്യൽ ഓഫ് ദ മെഷർമെന്റ് സ്കെയിൽ ഓർ ക്രൈറ്റീരിയ ഫോർ ദ ഗുഡ് മെഷർമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ദെൻ ഫ്രീക്വന്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് എന്താണ് എന്നുള്ളത് നോക്കുക. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ റേറ്റിംഗ് സ്കെയിൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് എന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ലിക്വിഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സ്റ്റെപ്സ് നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ദെൻ മെറിറ്റ്സും അതിന്റെ ഡിമെറിറ്റ്സും ചോദിച്ചിട്ടുണ്ട്, അതും കൂടി നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ റാങ്കിങ് സ്കെയിൽ പറയുന്നുണ്ട്. പെയർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അതും കൂടി നോക്കുക. ദെൻ സ്റ്റേബിൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ വിട്ടിട്ട് പോരുത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇതിന്റെ മുന്നിൽ നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൈലറ്റ് സ്റ്റഡിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അതും കൂടി നോക്കുക. ദെൻ സിമാന്റിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.